കൊച്ചി ആലുവ മൂന്നാർ ഹൈവേയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു. ആലുവ പെരുമ്പാവൂർ ദേശസാത്കൃത റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുള്ള ഉപരോധം, ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്താണ്? പ്രതിഷേധം ഏത് രീതിയിലാണ് നിലവിൽ തുടരുന്നത്? ഏകദേശം 20 മിനിറ്റോളം റോഡ് ഉപരോധിച്ചുകൊണ്ടൊരു പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത്. നമുക്കറിയാം, ആലുവ പെരുമ്പാവൂർ റൂട്ട് മൂന്നാറിലേക്കുള്ള ദേശസാൽകൃത റൂട്ടാണ്. ഈ റൂട്ടിൽ വലിയ കുഴികളടക്കം രൂപപ്പെട്ട് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇത് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് തമ്മിൽ തർക്കമായി മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് താൽക്കാലികമായെങ്കിലും പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. നമുക്കിപ്പോൾ ഒപ്പം ഷിയാസ് തന്നെ ചേരുകയാണ്. ഏതായാലും കഴിഞ്ഞ കുറെ കാലമായി സമരത്തിലാണ്, നിയമസഭയിലടക്കം ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. പക്ഷേ യാതൊരു പരിഹാരമില്ലാതെ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഉപരോധ സമരവുമായി കോൺഗ്രസ് രംഗത്ത്. ആലുവ പുഴയ്ക്ക് സമാന്തരമായി മറ്റൊരു പുഴ കൂടിയായി ഇപ്പൊ ഈ ആലുവ മൂന്നാർ റോഡ് മാറി. എത്ര നാളാണ് ഇത് തകർന്നു കിടക്കുന്നത്? ഒരു പാച്ച് വർക്ക് നടത്താനോ ഈ റോഡ് പുനർനിർമ്മിക്കാനോ സർക്കാരിന് കഴിയുന്നില്ല എന്ന് വച്ചാൽ സർക്കാരിന്റെ പരാജയമാണ്. നിയമസഭയ്ക്കകത്തും കേരളത്തിൽ ഈ റോഡിനെ കുറിച്ച് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു റോഡ് കൂടിയാണ് ഈ തകർന്നു കിടക്കുന്ന റോഡ്. മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അറിയാവുന്നതാണ്. മുഖ്യമന്ത്രി 2 കിലോമീറ്റർ ചുറ്റി പോകേണ്ട സ്ഥലത്ത് 16 കിലോമീറ്റർ ചുറ്റി വഴിയിലൂടെ റോഡ് തകർന്നുകൊണ്ട് മാറിപ്പോകുന്ന ആളുകൾ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കൂ? ഈ നാട്ടിലെ ജനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കേണ്ട ആളുകളല്ലേ? ആളുകൾക്ക് അപകടമുണ്ടാകുന്നു, വാഹനങ്ങൾക്ക് നാശനഷ്ടം, പെട്രോളും ഡീസലും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതുമൂലമുണ്ടാകുന്ന വലിയ മലിനീകരണം, ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. നാളുകളായി തകർന്നു കിടക്കുന്ന ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. ഇത് ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള സമരങ്ങളും പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥന്മാർ അവരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും രണ്ടും തമ്മിലുള്ള തർക്കമാണ്. പൊതുമരാമത്ത് പറയുന്നത് ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ് ഈ റോഡിന്. യഥാർത്ഥത്തിൽ ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ കയ്യിലാണ് ഈ റോഡ്. ജൽജീവൻ മിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൈപ്പിടുന്നതിന് വേണ്ടി റോഡ് കുഴിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണത്തിനോടൊപ്പം ആനുപാതികമായി സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗപ്പെടുത്തിയാണ് റോഡ് നിർമ്മിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് റോഡ് നിർമ്മിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പണം മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയില്ലല്ലോ. കരാറുകാർ ഒരു കരാറും എടുക്കുന്നില്ല. അവർക്ക് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഇതിന്റെ ദുരിതഭാരം മുഴുവൻ ജനങ്ങളാണ്. ഞങ്ങൾ 2 രൂപ സെസ് കൊടുക്കുന്നുണ്ട്, പെട്രോളും വാഹനങ്ങൾ വാങ്ങുമ്പോൾ ടാക്സ് അടക്കുന്നുണ്ട്, സർക്കാർ പറയുന്ന ടാക്സ് അടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന, ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന സർക്കാരിന്റെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഈ റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം ഈ നാട്ടിലുണ്ടാവും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ നാട്ടിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സമരം ഞങ്ങൾ സംഘടിപ്പിക്കും. ഏതായാലും വലിയൊരു പ്രതിഷേധമാണ്. ഏകദേശം 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന റോഡ് പ്രതിരോധം അടക്കം ഇവിടെ നടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ അത് പൂർണ്ണമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. വാഹനങ്ങൾ ഒരു തരത്തിലും ഇവിടെ കൃത്യമായ രീതിയിൽ കടന്നു വരാൻ കഴിയാത്ത, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി നമുക്കത് ആ ഒരു ദൃശ്യങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന് തോന്നുന്നു. കാരണം വാഹനങ്ങൾ ഈ ഒരു വഴി കടന്നു വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. ഈ ഒരു 4 കിലോമീറ്റർ ദൂരമാണ് ഈ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് നടന്ന സമയത്ത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പ്രദേശത്ത് കൂടി വാഹനങ്ങൾ വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. വളരെ സമയമെടുത്ത് മാത്രം ഓരോ കുഴികളും താണ്ടി വേണം ഇത്തരത്തിൽ വാഹനങ്ങൾ വരാൻ. സ്കൂൾ സമയത്തും വൈകുന്നേരവും ഇവിടുത്തെ ഒരു ഗതാഗത കുരുക്ക് അത് പറയുകയേ വേണ്ട. അത്തരത്തിൽ വളരെ മോശമായ സാഹചര്യമാണ് ഈ ഒരു റോഡിന് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഈ വാഹനങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു റോഡ് ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹന യാത്രക്കാരെ സംബന്ധിച്ചുള്ള മഴ കൂടി പെയ്താൽ ഈ റോഡിൽ കൂടി ഒരു തരത്തിലും യാത്ര ചെയ്യാൻ കഴിയില്ല. ചെളി നിറഞ്ഞ് കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പമാണ് ഇത്തരത്തിൽ യാത്രാ ദുരിതം തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് കടന്നത്. നിയമസഭയിൽ അടക്കം ചർച്ചയായെങ്കിൽ പോലും താൽക്കാലികമായെങ്കിലും ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്തായാലും ആ ഒരു റോഡ് ഉപരോധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ യാത്രാ ദുരിതം ഇങ്ങനെ തന്നെ തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം യാതൊരു തരത്തിലും ഇതിനൊരു താൽക്കാലികമായെങ്കിലും പരിഹരിക്കാനുള്ള നടപടികൾ വലിയ സമരങ്ങൾ നടന്നിട്ട് പോലും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഏതായാലും
പ്രതിഷേധ പരിപാടികൾ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതൊരു പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി തർക്കമെന്ന രീതിയിൽ നിലനിൽക്കുമ്പോഴും ഇത് പരിഹരിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ, അതിൽ വ്യക്തമാണ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ റോഡിലെ കുഴിയും. അത് നേരത്തെ മുഹമ്മദ് ഷിയാസ് സൂചിപ്പിച്ചതുപോലെ ആലുവ പുഴയ്ക്ക് സമാന്തരമായിട്ടുള്ള ഒരു പുഴ അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. എത്രമാത്രം ശോചനീയാവസ്ഥയിലൂടെയാണ് നാട്ടുകാർ കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്. അതിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധവും നടന്നത്. ആ വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് നൽകിയത്.